അബ്ദുള്ള, ഖത്തറിലെത്തിയിട്ട് ഇപ്പോ 1 വർഷം അല്ലേ? ഒരു വർഷമായിപ്പോ. എന്താ ഖത്തറിലൊരു ജീവിതത്തെ കുറിച്ച്? ഖത്തറിലെ ജീവിതം എനിക്ക് ഇഷ്ടമാണ്. അപ്പോ ഇന്നലെ ഇതേ ഒരു ഫീഡ്ബാക്ക് ഒരു ആങ് ഇൻ ഖത്തർ എന്ന് പറഞ്ഞ പേരിൽ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുന്നൊരു ബ്രിട്ടീഷ് യുവതി. അവര് 3 വർഷമായിട്ട് ഖത്തറിലുണ്ട്. 3 വർഷം. അപ്പൊ ഞാനിങ്ങനെ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഞാനിങ്ങനെ കമ്പയർ ചെയ്തു, നമുക്ക് എന്താ തോന്നുന്നത്. അപ്പൊ അവര് ലണ്ടനിൽ ജീവിക്കുന്നതിനേക്കാളും ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ ജീവിതം എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഒന്നാമത് അവർ പറയുന്നത് ഇതാണ്, ഇവിടെയുള്ള വൃത്തിയ ക്ലെൻലിനെസ് ആണ്. അപ്പൊ നമ്മള് എവിടെ ഒരു സാധനവും കാണൂലല്ലോ. പിന്നെ പബ്ലിക് സ്പേസുകളൊക്കെ എത്ര വൃത്തിയിലാണ്. എല്ലാവർക്കും നമ്മളെ വേസ്റ്റ് ബിന്നുണ്ട്, എല്ലാവരും അതിൽ കൊണ്ടുപോയിട്ടേ ഇട്ടുള്ളൂ, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ ലണ്ടനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇവിടെ കൂടുതലാന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വ്യത്യാസം ഉണ്ടാവും. ആളുകൾ അതൊക്കെ ആ ഒരു നിയമം അവര് ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. ഇവിടെ എല്ലാം വേസ്റ്റ് ബിൻ കൊണ്ടുവരുന്ന ആളുകൾ നമ്മളെ ആൾക്കാരുണ്ട്, മലയാളികളൊക്കെ തന്നെ. നാട്ടിലെത്തി ചിലപ്പോ ഒക്കെ തുപ്പലും വലതിയിലൊക്കെ മലയാളികൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ ആ ഒരു നിയമത്തിന്റെ പറ്റിയുള്ള പേടിയും ഈ ഒരു പരിസരം എന്ന് പറയുമ്പോൾ എല്ലാവരും മാറാണ്. അപ്പൊ ആ ഒരു വൃത്തി നല്ലതായിരിക്കും. രണ്ടാമത്തെ അവർ പറയുന്നത് പിന്നെ സേഫ്റ്റിന്റെ കാര്യം പറയുന്നത്, പ്രത്യേകിച്ചും പെണ്ണുങ്ങളൊക്കെ രാത്രിയൊക്കെ ഇറങ്ങി അതിന് നടക്കാം. പലപ്പോഴും എന്താണ് ഖത്തറിലെ ജീവിതം തുടങ്ങുന്നത് തന്നെ വൈകുന്നേരം കഴിഞ്ഞിട്ടാണ്. അതെ, നൈറ്റ് ലൈഫാണ് പൊതുവെ ഉള്ളത്. പൊതുവെ GCC പോലൊക്കെ അങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ അവര് പറയുന്നുണ്ട്, നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു പേഴ്സോ ഒരു ഫോണോ ഒക്കെ ഇട്ടച്ച് പോയാലും 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും പബ്ലിക് സ്പേസിൽ. അതേപോലെ അപ്പാർട്ട്മെന്റിലൊന്നും ആരും ലോക്ക് ചെയ്യല്ല, ഒരു പേടിയില്ലായിരിക്കും. ഒരു അങ്ങനത്തെ ഒരു നോ ക്രൈം തന്നെ അവർ പറയും. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്ത് കാണില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അബ്ദുറഹ്മാന്റെ ഫോണ് നഷ്ടപ്പെട്ടത് അല്ലേ, ഒരു ടാക്സിയിൽ മറന്നു വെച്ചു. പക്ഷെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അതൊക്കെ കണക്റ്റഡ് ആണ്. ആർക്കും എടുക്കാൻ പേടിയായിരിക്കും, നിയമത്തെ പേടിയുണ്ട്, പിന്നെ അതിനനുസരിച്ച് അങ്ങ് മാറും എന്നുള്ളതാണ്. ഇപ്പൊ അവർ പറയുന്നുണ്ട് വെസ്റ്റിന്റെ ഒരു നരേഷൻ. ഇപ്പൊ GCCയെ പറ്റി എപ്പോഴും നമ്മൾ ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അവർ പറയുന്ന ഒരു സാധനം. അതൊക്കെയാണ് രണ്ടാമത്. പിന്നെ അതേപോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ പറ്റി അവർ പറയുന്നത്, നോട്ട് ഇൻകം ടാക്സ് എന്നുള്ളത്. മറ്റു പല രാജ്യങ്ങളിലും നമ്മൾ ഏൺ ചെയ്യുന്നതിന്റെ ഒരു സിംഹഭാഗം ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കും. ഇത് വാട്ട് യു ഏൺ യു ടേക്ക് ടു എ ഹോം എന്നുള്ളൊരു പോളിസിയാണ് ഇവിടെ. അതെ, ആ ഒരു സാധനം നമ്മൾ ഇവിടുന്ന് ഏൺ ചെയ്യുന്നത് നാട്ടിലേക്ക് അയക്കുമ്പോൾ പോലും അവിടെയും എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ഒരു ടാക്സ് വരുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അവർ പറയുന്നത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ ചീപ്പാണ്, ആക്സസിബിൾ ആണ്. ചീപ്പാണെന്ന് മാത്രമല്ല, മെട്രോയിൽ നിന്ന് ഇറങ്ങുക, അവരുടെ ഫ്രീ കണക്ഷനിലേക്ക് കയറുക, നമുക്ക് ആവശ്യമുള്ളിടത്ത് എത്തുക. ഇവിടെ നമുക്ക് പോകാനുള്ള പ്രധാന സ്ഥലങ്ങളിലേക്കൊക്കെ ഈ മെട്രോ അല്ലെങ്കിൽ ലിങ്ക് ട്രാമി സാധനങ്ങൾ സർവീസ് ഉണ്ട്. അതും ഫ്രീ ഓഫ് കോസ്റ്റിലുണ്ട്. എത്ര ദൂരം പോയാലും മെട്രോയിൽ 2 റിയാലേ ചെലവ് ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോ ഇവിടെ എനിക്കാകെ പ്രശ്നം തോന്നിയത് ഈ റെന്റാണ്. റെന്റ് തീരെ റീസണബിൾ അല്ല. നമ്മളെ ഷോപ്പിന്റെ റെന്റ് ആണെങ്കിലും താമസിക്കാനുള്ള റെന്റ് ആണെങ്കിലും അത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട്. പക്ഷെ അതിന് ആവശ്യമുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നില്ലേ? സൗകര്യങ്ങളുണ്ട്, പക്ഷെ ഈ റെന്റ് പലപ്പോഴും നമ്മളെ ഒരു 2000 റിയാലിന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും കുടുംബത്തെ കൊണ്ടുവരാനോ മറ്റു ഒരു വില്ലെടുക്കണമെങ്കിൽ ഒരു 10,000. എന്നിട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ പലരും ഒരുമിച്ച് താമസിക്കും. ആ ഒരു സാധനം മാത്രമേ എനിക്ക് പ്രശ്നം. ബാക്കി എല്ലാ നിലക്കും ഇവിടെ അൽഹംദുലില്ലാ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് വേറെ കുറെ ഉണ്ട്, കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ചെറിയൊരു കുഞ്ഞു രാജ്യമാണെങ്കിലും ഇവിടെ ഹാപ്പിയാണ്, ഇവിടെ കാമാണ്. അതെ, സേഫ്റ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുട്ടികളെ ആണെങ്കിലും അടുത്തൊരു തലമുറയൊക്കെ വളർത്താനൊക്കെ പറ്റിയൊരു അന്തരീക്ഷം ഇവിടെ ശരിക്കും പേടിക്കാല്ലാതെ.